അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1424. സൂറത്ത് ഇബ്രാഹിം 18-19 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മസലുൽ ലദീന കഫറൂ ബിറബ്ബിഹിം أعمالهم كرماد اشتدت به الريح في يوم عاصف لا يقدرون مما كسبوا على شيء ذلك هو الضلال البعيد ألم تر أن الله خلق السماوات والأرض بالحق إن يشأ يذهبكم ويأتي بخلق جديد. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. مثل الذين كفروا بربهم. തങ്ങളുടെ നാഥനെ നിഷേധിച്ച ആളുകളുടെ ഉദാഹരണം, അതായത് അഅ്മാലുഹും അവരുടെ പ്രവർത്തനങ്ങൾ കറമാദിൻ വെണ്ണീർ പോലെയാണ്. ഇഷ്തദ്ദത്ത് ബിഹിർ റിഹു ഫീ യൗമിൻ ആസിഫ്. ശക്തമായ കൊടുങ്കാറ്റടിക്കുന്ന ദിനത്തിൽ കാറ്റടിച്ച് പാറിപ്പോയ വെണ്ണീർ പോലെയാണ്. ലാ യഖ്ദിറൂന മിമ്മാ കസബു അലാ ഷൈഇൻ. അവർ പ്രവർത്തിച്ചതിൽ നിന്ന് ഒന്നിന്റെ മേലിലും അവർക്ക് കഴിവുണ്ടാവൂലാച്ചാൽ ആ അമലുകൾ കൊണ്ടൊരു ഉപകാരവും അവർക്ക് ലഭിക്കില്ല. ദാലിക ഹുവൽ ളലാലുൽ ബഈദ്. അവർ വളരെ വിദൂരമായ വഴികേടിലാകുന്നു എന്ന് പറഞ്ഞാൽ ശരിയിലേക്ക് തിരിച്ചു വരാനുള്ള യാതൊരു സാഹചര്യവും നിലനിൽക്കാത്ത അവസ്ഥയിലാണ് അവർ. അലം തറ, അങ്ങ് കണ്ടില്ലയോ, അന്നല്ലാഹ ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ്. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളും ഭൂമിയും ഒക്കെ സത്യസമേതം സൃഷ്ടിച്ചിരിക്കുകയാണ്. അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ യുദ്ഹിബുക്കും, നിങ്ങളെ അവൻ ഇല്ലായ്മ ചെയ്യും. വയഅതി ബി ഖൽഖിൻ ജദീദ്, എന്നിട്ട് പുതിയൊരു സമൂഹ സൃഷ്ടിയെ അവൻ കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു. അതവൻ ചെയ്തില്ല. മറിച്ച് നിങ്ങൾക്ക് തന്നെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി വിശ്വാസത്തിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യങ്ങൾ വീണ്ടും വീണ്ടും സാവകാശം നൽകുകയാണ് എന്ന് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹത്തെ സൂചിപ്പിക്കുകയാണ് ഇവിടെ എന്നു കാണാം. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ 18ാമത്തെ സൂക്തം വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആയത്തിൽ സത്യനിഷേധികളായിട്ടുള്ള ആളുകൾക്ക് പരലോകത്ത് വലിയ ശിക്ഷ അനുഭവിക്കാനുണ്ടെന്ന് പറഞ്ഞുവല്ലോ. ജലവും ചോരയും ഒക്കെ കലർന്ന നീര് കുടിക്കേണ്ടി വരും. പക്ഷെ അത് കുടിക്കാൻ സാധിക്കാത്ത അത്രയും പ്രതിസന്ധി ഉണ്ടാകും. മരണം എല്ലാ ഭാഗത്തു നിന്നും അവരെ വരിഞ്ഞു മുറുക്കും. എന്നാൽ മരണം സംഭവിച്ച ഒരു ആശ്വാസത്തിന്റെ ശൈലിയിലേക്ക് അവർക്ക് എത്താനും സാധിക്കില്ല എന്നൊക്കെ ദയനീയമായ നിഷേധികളുടെ അവസ്ഥ പറഞ്ഞുവല്ലോ. ആ ആളുകൾക്ക് മറ്റൊരു സന്ദേഹത്തിന്റെ മറുപടി കൂടി പറയുകയാണ് അല്ലാഹു തആല ഇവിടെ. എന്താണ് ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്? അന്ന അഅ്മാലഹും ബി അസ്രിഹ, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും തസീറു ളായത്തൻ ബാത്തലത്തൻ ലാ യൻതഫിഉന ബി ശൈഇൻ മിൻഹാ, അത് മുഴുവനും വൃഥാവിലാവുകയും നിഷ്ഫലമായി പോവുകയും ചെയ്യും. ആ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒന്നുകൊണ്ടും ഒരു ഉപകാരവും അവർക്കുണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് ഇപ്പൊ സത്യനിഷേധികളാണെങ്കിലും അവരുടെ ജീവിതത്തിലും ചില നന്മകളൊക്കെ ഉണ്ടാവുമല്ലോ. സാധുക്കളെ സഹായിച്ചിട്ടുണ്ടാവും, രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും, കുടുംബ ബന്ധം പുലർത്തിയിട്ടുണ്ടാകും, വയസ്സായ അച്ഛനെയും അമ്മയൊക്കെ സംരക്ഷിച്ചിട്ടുണ്ടാകും, അയൽവാസികൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ടാകും, ജയിലിൽ കുടുങ്ങിയ ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പണിയെടുത്തിട്ടുണ്ടാവും, അതേപോലെ മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാത്ത ആൾക്ക് അതിനുവേണ്ടി സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും, ഒരു വഴി പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോൾ അവിടെ വഴിവെട്ടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഇങ്ങനെ മനുഷ്യപ്പറ്റുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ടല്ലോ. ആ പ്രവർത്തനങ്ങളൊക്കെ അവരും നടത്തിയിട്ടുണ്ടാവും. എങ്കിൽ ആ പ്രവർത്തനങ്ങളുടെ ബലത്തിൽ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന ഒരു ചിന്തയോ ഒരു പഴുതോ ആരെങ്കിലും പരിശോധിക്കുന്നുവെങ്കിൽ അതിനുള്ള ഉത്തരമാണ് അള്ളാഹു പറയുന്നത്. അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം, അവർ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നല്ല കാര്യങ്ങൾക്കുള്ള പ്രതിഫലം ഭൂമിയിൽ നിന്ന് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു തീർക്കും.
ഇനി എന്തെങ്കിലും അവരുടെ പ്രവർത്തനത്തിന് ബാക്കി കൊടുക്കാനുള്ളതുണ്ടെങ്കിൽ അഥവാ അതിന് പ്രതിഫലം ലഭിച്ചിട്ടില്ലെങ്കിൽ അവരുടെ മരണസമയത്തെ മരണവേദന അല്ലാഹു തആല പരമാവധി ലഘൂകരിച്ചു കൊടുക്കും. എന്നിട്ട് അവരങ്ങ് ഇതിന്റെ പ്രതിഫലം അവിടെ അനുഭവിച്ച് തീർന്നു. പരലോകത്തെത്തിയാൽ നിഷേധത്തിന്റെ പേരിലുള്ള ശിക്ഷ മാത്രമേ അവരെ കാത്തിരിക്കുന്നുണ്ടാവുകയുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഖുർആൻ പലയിടത്തും ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. വല്ലദീന കഫറു അഅമാലുഹും കസറാബിൻ ബിഖിഅത്തിൻ യഹ്സബുഹുൽ ലംആനു മാഅ എന്ന് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് കാണാം. സത്യനിഷേധികളുടെ പ്രവർത്തനങ്ങൾ മരുഭൂമിയിലെ മരീചിക പോലെയാണ്. ചാൽ എന്റെ അടുത്ത് ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട് എന്ന അഭിമാനത്തോടെ അവൻ വന്നാലും മരീചിക പോലെയാണ്. വെച്ചാൽ മരീചിക എന്ന് പറഞ്ഞാൽ എന്താ, വെള്ളം ഉണ്ടെന്ന് ഇങ്ങനെ തോന്നും നോക്കുന്ന ആളുകൾക്ക് കുറച്ച് അകലെ. പക്ഷെ അവിടേക്ക് എത്തുന്നതിനനുസരിച്ച് ആ വെള്ളം അവനിൽ നിന്ന് അങ്ങനെ അകന്നകന്ന് പോകും, അവസാനം വെള്ളം കിട്ടില്ല. ഇതുപോലെ ഈ പ്രവർത്തനങ്ങൾ തന്റെ രക്ഷക്കെത്തുമെന്നും ആശ്വാസത്തിന്റെ തുരുത്താകുമെന്നും ഒക്കെ അവൻ ധരിച്ചു വെക്കും. എന്നാൽ ആ പ്രവർത്തനങ്ങളുടെ പ്രതിഫലത്തൊന്നും തന്നെ അവിടെ ലഭിക്കില്ല. കാരണം പരലോകത്ത് മനുഷ്യന് പ്രതിഫലം ലഭിക്കണമെങ്കിൽ അനിവാര്യമായും ഉണ്ടാകേണ്ട ഒരു സംഗതി സത്യവിശ്വാസം എന്ന അടിത്തറയുടെ മേലിൽ നിന്നുകൊണ്ട് സുഹൃതം ചെയ്തവനാവണം എന്നതാണ്. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വാസമാണ്. വിശ്വാസം ശരിപ്പെടാതെ എന്തു ചെയ്തിട്ടും കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറയില്ലേ, ആരായാലും എന്താ നിസ്കരിച്ചാ പോരേന്ന്, ഏതിൽ നിന്നാലെന്താ നിസ്കരിച്ചാ പോരേന്ന് ചോദിക്കലുണ്ടല്ലോ. അതുപോരാ, എന്തിലെങ്കിലും നിന്നിട്ട് നിസ്കരിച്ചിട്ട് കാര്യമില്ല. മറിച്ച് വിശ്വാസം ശരിയാവണം. വിശ്വാസം എന്നത് സിറാത്തും മുസ്തഖീം എന്ന് പറയുന്ന ശരിയായ റൂട്ടിൽ നിലകൊള്ളണം. അതില്ലാത്തവന്റെ പ്രവർത്തനങ്ങൾ വൃഥാവിലാണ്. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി വിശദീകരിച്ചിട്ടുള്ളതാണ്. ഇസ്ലാമിന്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നു എന്ന് പറയുന്ന ആളുകൾ, അവരുടെ വിശ്വാസം ശരിയല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഒരാൾ മുബ്തദി ആയാൽ, പുത്തൻവാദിയായാൽ, പൂർവസൂരികളായ മഹത്തുക്കൾക്ക് പരിചയമില്ലാത്ത വാദങ്ങൾ മതത്തിന്റെ പേരിൽ കൊണ്ടുവന്ന് ജനങ്ങളുടെ മുന്നിൽ എഴുന്നള്ളിച്ചാൽ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ല, അവന്റെ ഫർളും സുന്നത്തും ഒന്നും ആയിട്ടുള്ള ഒരു കർമ്മം അല്ലാഹു തആല സ്വീകരിക്കൂല. ഹത്താ യർതദിഅ അമ്മബ്തദഅ മിൻഹു, അവൻ ഉണ്ടാക്കിയ പുതിയ ചിന്തയിൽ നിന്ന് അവൻ മടങ്ങുന്നത് വരെ. ഇതൊരു ചെറിയ കാര്യമല്ല. വിശ്വാസം ശരിപ്പെടുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബേസിക്കാണ്. അടിത്തറ ശരിയാവാതെ, തറ ശരിയാക്കാതെ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അമലുകൾ എന്ന് പറയുന്നതൊക്കെ കെട്ടിടങ്ങളാണ്. ആ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ വിശ്വാസം എന്ന തറ സുഭദ്രമായിരിക്കണം ആദ്യം. തറ ശരിയാവാത്ത കെട്ടിടം ഉണ്ടാക്കിയാൽ എന്താ ഉണ്ടാവുക? ആ കെട്ടിടം തകർന്നു വീഴും. മനസ്സിലായോ? ആ കെട്ടിടം തകർന്നു വീഴും. അതിനെന്തുണ്ടാവില്ല? നിലനിൽപ്പുണ്ടാവില്ല. ഇതുപോലെയാണ് കർമ്മങ്ങൾ നല്ലോണം ഉണ്ട്, കർമ്മങ്ങളെപ്പറ്റി ചർച്ചയുണ്ട്, പക്ഷെ വിശ്വാസം തകർന്നു പോകുന്നുണ്ട്, ആ വിശ്വാസത്തിന് വിള്ളൽ വീഴുന്നുണ്ട്, അതത്ര വലിയ പ്രശ്നമൊന്നുമല്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ നാടുകളിലൊക്കെ ഇല്ലേ? ഇപ്പൊ നമ്മുടെ നാടുകളിൽ നമുക്ക് കാണാമല്ലോ, തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ആളുകളെ എല്ലാ പള്ളികളിലും നടന്ന്, അതേപോലെ തന്നെ അങ്ങാടികളിൽ വന്ന് കള്ളുകുടിക്കുന്ന ആളുകളൊക്കെ നേരിൽ കണ്ട് അവര് നിങ്ങൾ നിസ്കരിക്കാൻ വരണം എന്നൊക്കെ പറഞ്ഞ് ക്ഷണിക്കും. അങ്ങനെ അവർ ക്ഷണം സ്വീകരിച്ച് ഇവർ പോയി നിസ്കരിക്കാനൊക്കെ കൂടും. ഓലക്ക് നന്നായി ഉഷാറായി വരുന്നുണ്ട് എന്ന് പറയും. എന്നാൽ നിസ്കരിച്ചാൽ പ്രതിഫലം ലഭിക്കുമെന്നല്ലാതെ അവരുടെ വിശ്വാസം എന്തോ ആവട്ടെ, അതിവർക്ക് പ്രശ്നമല്ല. ശരിയായ വിശ്വാസം നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു ഉത്ബോധനമോ പ്രബോധനമോ അതൊന്നും നടക്കണില്ല. അത് ഈ നടക്കുന്ന ആളുകൾക്ക്, ഇത് പ്രചരിപ്പിക്കാൻ നടക്കുന്നവർക്ക് തന്നെ അതോട്ട് അറിയുകയുമില്ല. എത്രത്തോളം ആ നിസ്കരിക്കുന്ന മനുഷ്യന് നിസ്കരിച്ചാൽ ഫായിദമില്ലേക, ഫലം ലഭിക്കും എന്ന് പറയുകയല്ലാതെ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് പോലും പഠിപ്പിച്ചു കൊടുക്കാനുള്ള സംവിധാനമോ അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാനുള്ള അറിവോ ഇത് നടക്കുന്ന ആളുകൾക്ക് പോലും ഇല്ലാത്ത വിധം തബ്ലീഗ് എന്ന പദത്തെ തന്നെ അങ്ങേയറ്റം മലീമസമാക്കുന്ന സ്വഭാവം സ്വീകരിക്കുന്നവരില്ലേ? അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതിയല്ല. നമ്മുടെ അടിസ്ഥാനപരമായ വിജയം അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതിയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഭൗതിക ലോകത്ത് എത്ര നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന മനുഷ്യന്മാരുണ്ടാകും. പക്ഷെ ഖുർആന്റെ വ്യക്തമായ പറച്ചിലല്ല ഇവിടെ. സത്യനിഷേധം ഉണ്ടെങ്കിൽ, അഥവാ വിശ്വാസം ശരിപ്പെട്ടില്ലെങ്കിൽ
വിശ്വാസം ശരിപ്പെടാത്തവന്റെ കർമ്മങ്ങൾ അത് ശക്തമായ കാറ്റടിക്കുന്ന ദിവസത്തിൽ കൊടുങ്കാറ്റടിച്ച് പാറിപ്പോയ വെണ്ണീർക്കൂന പോലെയാണ്. അതായത് കൊടുങ്കാറ്റടിച്ച് കുറെ വെണ്ണീർ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടു. കൊടുങ്കാറ്റടിച്ചപ്പോൾ ആ വെണ്ണീറൊക്കെ പാളിപ്പോയി, ഒന്നും പിന്നെ കാണാനില്ല, കാറ്റടങ്ങിയപ്പോ ഒന്നും കാണാനില്ല. ഇതുപോലെ പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ടാവും കയ്യിൽ. പക്ഷെ ആ പ്രവർത്തനങ്ങളൊക്കെ ഫലം ചെയ്യണമെങ്കിൽ സത്യവിശ്വാസം എന്ന തറമ്മല് നിന്നുകൊണ്ട് അതുണ്ടാക്കണം. അതുകൊണ്ട് ആദ്യത്തെ സംഗതി വിശ്വാസം ശരിപ്പെടുത്തലാണ്. അതുകൊണ്ടാണ് 1.25 ലക്ഷത്തോളം നബിമാർ ഈ ലോകത്ത് ഇസ്ലാമിന്റെ പ്രബോധനത്തിനു വേണ്ടി കടന്നു വന്നപ്പോൾ അവരാദ്യം ചെയ്തത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നത് ശരിപ്പെടുത്തുകയാണ്. അത് ഓരോ കാലഘട്ടത്തിലെയും പ്രവാചകന്മാരിലൂടെയാണ്, അവരുടെ കെയർ ഓഫിലാണ് ആ ശരിപ്പെടുത്തൽ നടക്കേണ്ടത്. അതുകൊണ്ട് മുത്തനബി വന്നപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. ഈസാ അലൈഹി ഇസ്ലാം വന്നപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസാ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹി ഇസ്ലാം വന്നപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പേര് അതിനോട് ചേർത്ത് പറഞ്ഞു. അഥവാ ആരാധിക്കപ്പെടാൻ അർഹൻ അള്ളാഹു മാത്രം എന്ന കാഴ്ചപ്പാടിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസുകളെല്ലാം അതെങ്ങനെയൊക്കെയാണ് വിലയിരുത്തപ്പെടേണ്ടത് എന്ന് മനസ്സിലാക്കേണ്ടത് അതാതു കാലത്തുള്ള പ്രവാചകന്മാരുടെ നിലപാടിലൂടെയാണ്. അതുകൊണ്ട് പ്രവാചകന്മാരെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിലേക്ക് നമ്മൾ എത്താൻ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാമല്ലോ. ഇമാം ബുഖാരി എടുത്ത സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ്, അബ്ദുൽ ഖൈസിന്റെ പ്രതിനിധി സംഘം വഫദ് അബ്ദുൽ ഖൈസ് കുറെ അകലെയുള്ള ഒരു നാട്ടിൽ നിന്ന് മദീനയിലേക്ക് വരികയാണ് യുദ്ധം ഹറാമായ മാസത്തിൽ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞങ്ങൾ വരുന്ന വഴിയിൽ മുളർ ഗോത്രം അടക്കം വളരെ ശല്യക്കാരായിട്ടുള്ള പലരുണ്ട്. അതുകൊണ്ട് യുദ്ധം ഹറാമായ സമയത്ത് വാളുകൾക്കൊക്കെ വിശ്രമം കൊടുക്കുന്ന നേരത്തെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കൂ. അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് അനിവാര്യമായി ഞങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ, വിശ്വസിക്കേണ്ടതും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ടതുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്കങ്ങ് കൽപ്പിച്ചു തരണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു ചെയ്തു? അമറഹും ബി അർബഈൻ വനഹാഹും അൻ അർബഈൻ. 4 കാര്യങ്ങൾ അവരോട് കൽപ്പിച്ചു, 4 കാര്യങ്ങൾ അവരോട് വിരോധിച്ചു. ആ കൽപ്പിച്ച 4 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം, അത് പറയലേ ഇപ്പം എന്റെ ഉദ്ദേശമുള്ളൂ, അമറഹും ബിൽ ഈമാനി ബില്ലാഹി വഹ്ദ, അള്ളാഹുവിന്റെ ഏകത്വം വിശ്വസിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിച്ചു. കണ്ടോ, അള്ളാഹു ഏകനാണ് എന്ന് വിശ്വസിക്കണം എന്ന് നബി തങ്ങൾ അവരോട് കൽപ്പിച്ചു. എന്നിട്ട് മുത്തുനബിയുടെ ചോദ്യം എന്താ? ചോദ്യം, അതദറൂന മൽ ഈമാനു ബില്ലാഹി വഹ്ദ, അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന്. അവര് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. എന്ത്? നിങ്ങൾ അള്ളാഹു മാത്രമാണ് ആരാധ്യനെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണെന്നും വിശ്വസിക്കലാണ്. അപ്പൊ കണ്ടോ, അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കുക എന്നത് ശരിയാവണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണെന്ന് കൂടി ഉൾക്കൊള്ളണം. അതായത് റസൂലുള്ളാഹിയുടെ കെയർ ഓഫിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന രീതിക്ക് മാത്രമേ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയാൻ സാധിക്കൂ. അള്ളാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്താത്തവർ അള്ളാഹുവിൽ വിശ്വസിച്ചാൽ ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അത് അള്ളാഹുവിലുള്ള വിശ്വാസമാണെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് മക്കത്തെ മുശ്രിക്ക് അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ് എന്ന് നമ്മുടെ നാട്ടിലെ ചില ബിദഅകൾ വാദോരാതെ സംസാരിക്കാറുണ്ട്, സുന്നികളെ മുശ്രിക്കാക്കാൻ. അപ്പൊ നമ്മൾ പറയും, ഒരിക്കലും മക്കത്തെ മുശ്രിക്ക് അള്ളാഹുവിൽ വിശ്വസിച്ചവരല്ല. കാരണം എന്താ? അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംബോധന ചെയ്തത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. അല്ലേ? ഇങ്ങനെയല്ലേ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. നബിയെ, തങ്ങൾ അവരെ വിളിക്കേണ്ടത് എന്താ? യാ അയ്യുഹൽ കാഫിറൂൻ, നിഷേധികളെന്നാണ്, അല്ലാതെ വിശ്വാസികളെന്നല്ല. ഇത്ര വ്യക്തമായി അവർ അള്ളാഹുവിനെ നിഷേധിച്ചവരാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടും നമ്മുടെ നാട്ടിൽ യഥാർത്ഥ മുസ്ലിമീങ്ങൾക്കെതിരെ ശിർക്കാരോപിക്കാൻ വേണ്ടി മക്കത്തെ മുശ്രിക്കിന് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ഖൗമിനെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എങ്ങനെയാ വിലയിരുത്തേണ്ടത് എന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ നിഷേധികളായിട്ടുള്ള ആളുകൾ ആകാശം പഠിച്ചതാരാന്ന് വെച്ചാൽ അള്ളയെന്ന് പറഞ്ഞിട്ടുണ്ട്, ഭൂമി പഠിച്ചതാരാന്ന് വെച്ചാൽ അള്ളയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതല്ല? അവര് മനസ്സിലാക്കിയവരല്ല.
അതായത് പങ്കാളികളുള്ള അള്ളാഹ്, പെൺമക്കളുള്ള അള്ളാഹ്, മരിച്ചാൽ പിന്നെ പുനർജനിപ്പിക്കാൻ കഴിവില്ലാത്ത അള്ളാഹ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു അള്ളാഹിനെ അവർ മനസ്സിലാക്കിയത്. എന്നാ അങ്ങനത്തെ ഒരു അള്ളാഹ് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ അവർ യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിനെ വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവരെ നിഷേധികളെന്ന് ഖുർആൻ പേരിട്ട് വിളിച്ചത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അള്ളാഹുവിനെ വിശ്വസിക്കണം. അപ്പോഴേ ഒരാൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയാൻ സാധിക്കൂ. അങ്ങനെ ഓരോ കാലഘട്ടത്തിലുള്ള നബിമാരും ആ നബിമാര് പഠിപ്പിച്ച അള്ളാഹുവിനെ വിശ്വസിക്കണം. അതുകൊണ്ട് വിശ്വാസമാണ് പ്രധാനം. വിശ്വാസം ഒരാൾക്ക് ശരിയാണെങ്കിൽ ഇനി കർമ്മങ്ങൾ മോശമാണെങ്കിൽ പോലും ആത്യന്തികമായി അയാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ. അയാളെ കർമ്മങ്ങൾ മോശമായതിന്റെ പേരിലുള്ള ശിക്ഷകൾ അനുഭവിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു അയക്കാൻ ശിക്ഷകൾ മാപ്പാക്കിയില്ലെങ്കിൽ ആ ശിക്ഷകൾ അനുഭവിച്ചു കഴിഞ്ഞാൽ അയാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ. കാലാകാലം നരകത്ത് കിടക്കൂല, ഈമാനിന്റെ ഒരു കണികയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ. അതേസമയത്ത് എത്ര കർമ്മങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല, വിശ്വാസം ശരിയായില്ലെങ്കിൽ. അതുകൊണ്ട് അത് പ്രധാനം തന്നെയാണ്. ആരായാലും എന്താ, നിസ്കരിച്ചാൽ പോരെ എന്ന ചോദ്യം റോങ്ങാണ്. അങ്ങനെ ചോദിക്കാൻ പാടില്ല. ആരെങ്കിലുമായിട്ട് നിസ്കരിച്ചിട്ട് കാര്യമല്ല, യഥാർത്ഥ വിശ്വാസിയായിട്ട് നിസ്കരിക്കണം. അതാണ് ഇവിടെ അള്ളാഹു തആല പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അള്ളാഹു തആലയോട് വിശദീകരിക്കുന്നത്, സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾ അഅമാലുഹും കറമാദിൻ ഇഷ്തദ്ദത്ത് ബിഹി റീഹു ഫീ യൗമിൻ ആസിഫ്, ശക്തമായ കൊടുങ്കാറ്റുള്ള ദിനത്തിൽ കാറ്റടിച്ച് പാറിപ്പോയ വെണ്ണീർ കൂന പോലെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ലാ യഖ്ദിറൂന മിമ്മാ കസബു അലാ ഷൈഇൻ, അവര് പ്രവർത്തിച്ചതിൽ നിന്ന് ഒന്നിന്റെ മേലും അവർക്ക് കഴിവുണ്ടാവില്ല വെച്ചാൽ ഒരു ഉപകാരവും അവർക്ക് ആ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാവില്ല. ദാലിക ഹുവൽ ബഈദ്, അത് വളരെ വിദൂരമായിട്ടുള്ള വഴികേടാണ് വെച്ചാൽ ഇനി ശരിയുടെയോ വിജയത്തിന്റെയോ വഴിയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുമില്ലാത്ത വിധത്തിലുള്ള വഴികേടാണത്. അപ്പൊ ആ വഴികേടിലേക്ക് എത്തിപ്പെടുന്നതാണ് കുഫർ എന്ന് പറയുന്നത്, സത്യനിഷേധം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈമാൻ എന്ന മഹത്തായ ഗുണം ഉണ്ടാക്കിയെടുത്തിട്ട് വേണം കർമ്മങ്ങൾ എന്ന ആ ബിൽഡിംഗ് ഉണ്ടാക്കാൻ എന്ന വസ്തുത തിരിച്ചറിയണം. ഈമാനിന് വിള്ളൽ വീണാൽ യാതൊരു വിധത്തിലുള്ള പ്രതിഫലവും കർമ്മങ്ങൾക്കുണ്ടാവില്ല, അത് ഫലം ചെയ്യില്ല എന്ന് മനസ്സിലാക്കണം എന്ന്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാൻ കാരണം എന്താ? പ്രവാചകന്മാരെ വെല്ലുവിളിക്കുന്നതും പ്രവാചകന്മാരെ ചീത്ത വിളിക്കുന്നതുമൊക്കെ ഒരു ഹോബിയായി കണ്ടിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ ചെയ്തു വെച്ച ചില നന്മകൾ പൊക്കിപ്പിടിച്ച് ഞങ്ങൾ ഇത്തരം ധർമ്മങ്ങളും അതേപോലെ തന്നെ പുണ്യങ്ങളൊക്കെ ഉള്ളവരാണ്, ഞങ്ങളെ രക്ഷക്ക് അത് മതി എന്ന് ധരിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കൃത്യമായ മറുപടിയാണ്. ഇനി അള്ളാഹുവിനെ വിശ്വസിച്ചേ പറ്റൂ, അവനെ വിശ്വസിക്കാതിരിക്കാൻ ബുദ്ധിയുള്ള മനുഷ്യന്റെ മുന്നിൽ ഒരു ന്യായവുമില്ല എന്ന് തെളിയിക്കുകയാണ് അടുത്ത ആയത്തിൽ അല്ലാഹു തആല അലം തറ, തങ്ങൾ കണ്ടില്ലയോ അന്നല്ലാഹ ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ്, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെയും ഭൂമിയെയും സത്യസമേതം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ആ സൃഷ്ടിപ്പിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള എന്തുണ്ട്, ലക്ഷ്യമുണ്ട്. അഥവാ ചിന്തിക്കുന്ന മനുഷ്യന് ഈ ലോകം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിന് മരിച്ചതിന് ശേഷം പുനർജനിപ്പിക്കുക എന്നത്, മണ്ണിൽ ലയിച്ചതിന് ശേഷം വീണ്ടും ഒരു പുനർജന്മം നൽകുക എന്നത് ഒരു പ്രയാസമുള്ള കാര്യമേ അല്ല. കാരണം തീരെ ഇല്ലാത്ത സാധനത്തിന് ജന്മം നൽകിയ കഴിവ് ഇവിടെ പ്രകടമാക്കി കാണിച്ചിരിക്കുകയാണ് അല്ലാഹു തആല. ആകാശങ്ങളെ പരിശോധിച്ച് നോക്കൂ, എത്ര ഗാലക്സികൾ അതിലുണ്ട്, എത്ര ഗോളങ്ങൾ അതിനകത്തുണ്ട്, എത്ര സംവിധാനങ്ങൾ അതിനകത്തുണ്ട്, എത്ര നക്ഷത്രങ്ങൾ അവിടെയുണ്ട്, ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുള്ള നക്ഷത്ര കൂട്ടങ്ങൾ എത്ര അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് സംവിധാനിച്ചതാരാ? ഒരു മൾട്ടിനാഷണൽ കമ്പനിയും അത് ഞങ്ങളാണെന്ന് അവകാശപ്പെടുന്നില്ലല്ലോ. എന്നാൽ അള്ളാഹു പറയുന്നു ഞാനാണത് ചെയ്തത് എന്ന്. ഭൂമിയിലേക്കൊന്ന് വന്നു നോക്കൂ, തോടുകളും പാടങ്ങളും അതേപോലെ മലകളും കുന്നുകളും മരുഭൂമിയും ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെ സംവിധാനങ്ങൾ, മരങ്ങളും പക്ഷികളും ജീവിതത്തിന്റെ വിവിധ രൂപത്തിലുള്ള ജീവികളും എങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെ സംവിധാനങ്ങളാണ് ഈ ലോകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് സംവിധാനിക്കുന്നത് ആരാ? ആ സംവിധാനിക്കുന്നതിന് പിന്നിൽ ഒരു അജയ്യനായിട്ടുള്ള ശക്തിയുണ്ട് എന്ന് ബുദ്ധിയുള്ളവർ മനസ്സിലാക്കും. എങ്കിൽ ആ ബുദ്ധിയുള്ള ശക്തി അതിന്റെ പിന്നിലുണ്ടെന്ന് മനസ്സിലാക്കുന്നത് അത് അള്ളാഹു ആണെന്ന് പ്രവാചകന്മാരിലൂടെ മനസ്സിലാക്കിയാൽ ആ മനസ്സിലാക്കിയ ശക്തിക്ക് മരിച്ചതിന് ശേഷം നമ്മളെ പുനർജനിപ്പിക്കാനും നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം വിചാരണയ്ക്ക് വിധേയമാക്കിയിട്ട് നമുക്ക് അർഹമായ പ്രതിഫലം തരാനും കഴിയും എന്ന് മനസ്സിലാക്കുന്നതിന് പിന്നെ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? അത് ഉറപ്പിക്കാനാണ് അള്ളാഹു പറയുന്നത് അലം തറ, തങ്ങൾ കണ്ടില്ലയോ അന്നല്ലാഹ ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ്, ആകാശങ്ങളും ഭൂമിയും ഒക്കെ അല്ലാഹു തആല ഒരു സത്യസമേതം സൃഷ്ടിച്ചതാണ്.
വെറുതെ അങ്ങ് പടച്ചുണ്ടായതല്ല, അതിന് പിന്നിലൊക്കെ കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. അത് മനുഷ്യന്, ചിന്തിക്കുന്ന മനുഷ്യനെ പടച്ചവന്റെ കുദറത്ത്, അവന്റെ കഴിവ്, അവന്റെ അതീശത്വം മനസ്സിലാക്കാനുള്ള രേഖയാണ്. ആ അള്ളാഹുവിനെ വെല്ലുവിളിക്കാൻ നിൽക്കുന്നത് ബുദ്ധിശൂന്യതയാണ് എന്ന് ബുദ്ധിയുള്ളവൻ മനസ്സിലാക്കണം. ഈ അവൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ യുദ്ഹിബുക്കും, നിങ്ങൾ അവൻ നശിപ്പിക്കുമായിരുന്നു, യഅ്തി ഖൽഖിൻ ജദീദ്, എന്നിട്ട് പുതിയൊരു സൃഷ്ടിയെ അവൻ കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു. അള്ളാഹുവിനെ നിങ്ങൾ ധിക്കരിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളെ അങ്ങ് നശിപ്പിച്ചിട്ട് പകരം മറ്റൊരു ടീമിനെ കൊണ്ടുവരിക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമല്ല. വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് കാണാം, വമാ ദാലിക അലല്ലാഹി ബി അസീസ്, അത് അള്ളാഹുവിനൊരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല എന്ന്. എന്നിട്ടും അള്ളാഹു നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ജീവിക്കാൻ അവസരം നൽകുന്നു. വീണ്ടും വിചാരത്തിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു തന്ന വിശേഷ ബുദ്ധി ഉപയോഗിച്ച് അത് നിങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തണം. അങ്ങനെ സത്യത്തിലേക്ക് തിരിച്ചു വരാൻ വീണ്ടും വീണ്ടും സാവകാശം തന്നത് ഉപയോഗപ്പെടുത്തണം. അള്ളാഹു നമ്മെ നല്ലവരിൽ പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.